കൊല്ലത്ത് മസ്തിഷ്ക മരണം സംഭവിച്ച യുവ ഡോക്ടറുടെ അവയവങ്ങൾ ദാനം ചെയ്തു. കൊല്ലം ഉമേനല്ലൂർ സ്വദേശി ഡോക്ടർ അശ്വിൻ മോഹനചന്ദ്രൻ നായരുടെ അവയവങ്ങളാണ് ദാനം ചെയ്തത്. CPIM ജനറൽ സെക്രട്ടറി MA ബേബി അന്ത്യാഞ്ജലി അർപ്പിച്ചു. കോഴിക്കോട് KMCT മെഡിക്കൽ കോളേജ് 1ാം വർഷ MS ജനറൽ സർജറി വിദ്യാർത്ഥി അശ്വിൻ യാത്രയാകുമ്പോഴും 3 മനുഷ്യർക്ക് ജീവനേകി. ആദ്യം കരൾ കിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. 11 മണിക്ക് പോലീസ് എസ്കോർട്ടോടെ പുറപ്പെട്ട സംഘം 12 മണിയോടെ തിരുവനന്തപുരത്ത് കരൾ കാത്തുകിടന്ന രോഗിക്കരികിലെത്തിച്ചു. ഹൃദയവാൾവ് തിരുവനന്തപുരം ശ്രീചിത്രയിലേക്കും കണ്ണ് ചൈതന്യയിലേക്കും കൊണ്ടുപോയി. തന്റെ മകന്റെ ജീവൻ 3 പേർക്ക് നൽകാനായതിൽ അഭിമാനമെന്ന് പിതാവ് മോഹനചന്ദ്രൻ നിറകണ്ണുകളോടെ പറഞ്ഞു. നമുക്ക് മകനെ നഷ്ടപ്പെട്ടു, അവനിലൂടെ ആരെങ്കിലും കണ്ടുവന്നതിൽ ജീവിക്കുകയാണെങ്കിൽ അത് നല്ലതല്ലേ. വെറുതെ നമ്മൾ നശിച്ചു പോകുന്നതാണല്ലോ. ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടാൽ അത് നല്ല കാര്യം. അവനൊരു എപ്പോഴും നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്നതായിരുന്നു. ഞാനും അങ്ങനെയായിരുന്നു. ചാരിറ്റി പ്രവർത്തനമായിരുന്നു എനിക്ക് കൂടുതൽ. അതുകൊണ്ട് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ എനിക്കത് ചെയ്യാതിരിക്കുന്നു. അവയവദാനം പുണ്യപ്രവൃത്തിയെന്ന് NS സഹകരണ ആശുപത്രി പ്രസിഡന്റ് P. രാജേന്ദ്രൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഡോക്ടർ അശ്വിൻ MBBS കഴിഞ്ഞ ശേഷം NS ആശുപത്രിയിൽ ഏതാനും മാസങ്ങൾ ജോലി ചെയ്തതിനു ശേഷമാണ് PGക്ക് അഡ്മിഷൻ കിട്ടിയപ്പോൾ കോഴിക്കോടേക്ക് പോയത്. അച്ഛൻ മോഹനചന്ദ്രൻ നായരും അമ്മയും ഈ NS ആശുപത്രിയുടെ ഷെയർ ഹോൾഡർമാരും കുടുംബത്തിലെ അംഗങ്ങളുമാണ്. അമ്മ ഒരു സഹകരണ സംഘത്തിന് ഉമേനല്ലൂർ സർവീസ് ബാങ്കിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അച്ഛൻ മോഹനചന്ദ്രൻ നായർ അനൂരാൻ എന്ന് വിളിക്കപ്പെടുന്ന സ്വാതന്ത്ര്യസമര സേനാനിയുടെ മകനാണ്. അദ്ദേഹം അധ്യാപക രംഗത്ത് പ്രവർത്തിച്ച് ശ്രേഷ്ഠമായ സേവനത്തിന് ശേഷം പെൻഷൻ പറ്റി ഇരിക്കുകയാണ്. ആ കുടുംബത്തിലുണ്ടായ തീരാ ദുഃഖം ഈ നാടിൻ്റെ ആകെ ദുഃഖത്തിൽ പങ്കാളികളാവുന്നു. NS ആശുപത്രിക്ക് ഈ പരിചരണം നടത്താനും അതുപോലെ ഈ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള കാർമ്മികത്വം വഹിക്കാൻ അവസരം ലഭിച്ചു എന്നത് സ്തുത്യർഹമായ കാര്യമാണ്. ഈ മാസം 20-ന് കോഴിക്കോട് കൂടരഞ്ഞിയിൽ നീന്തൽക്കുളത്തിൽ ഉണ്ടായ അപകടത്തിൽപ്പെട്ട് ചികിത്സയിലിരിക്കെ കൊല്ലം NS സഹകരണ ആശുപത്രിയിൽ വെച്ച് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. CPIM ജനറൽ സെക്രട്ടറി MA ബേബി NS സഹകരണ ആശുപത്രി മാനേജ്മെന്റും അശ്വിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.